തെരഞ്ഞെടുപ്പ് ഫലം എത്തും മുമ്പേ മുഖ്യമന്ത്രി പദത്തെ ചൊല്ലി കോൺഗ്രസിൽ ചർച്ച തുടരുകയാണ്. നേതാക്കൾ മൗനത്തിനാണെങ്കിലും അണികളുടെ വാദപ്രതിവാദങ്ങൾ ശക്തമായി തുടരുകയാണ്. കോൺഗ്രസിൽ ഇപ്പോൾ അധികാരത്തിനു വേണ്ടിയുള്ള അവകാശ രാഷ്ട്രീയം കത്തിക്കയറുകയാണ്. മനക്കണക്ക് കൂട്ടിയാണ് മുഖ്യമന്ത്രി പദത്തെ ചൊല്ലി അണികളുടെ അവകാശപ്പോര്. നേതാക്കൾ മൗനത്തിലാണെങ്കിലും അണികൾ ഉശിരോടെ പോരാടുന്നു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, കേരള രാഷ്ട്രീയത്തെ ഡൽഹിയിൽ നിന്ന് നിയന്ത്രിക്കുന്ന AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ എന്നിവരിൽ ഒരാളെ മുഖ്യമന്ത്രി പദത്തിൽ എത്തിക്കാനാണ് അണികളുടെ പോര്. മുഖ്യമന്ത്രി പദത്തെ ചൊല്ലിയുള്ള വാദപ്രതിവാദങ്ങളിൽ നിന്ന് പിന്മാറണമെന്ന് നേതാക്കൾ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അണികൾ പിന്മാറുന്നില്ല. ഹൈക്കമാൻഡും പാർലമെന്ററി പാർട്ടിയും മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന രീതിയാണ് കേരളത്തിൽ കണ്ടുവരുന്നത്. എന്നാൽ ഇത്തവണ പോളിംഗ് കഴിഞ്ഞതിന് തൊട്ടുപിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ ഭൂരിപക്ഷം പ്രഖ്യാപിച്ച് അണികളുടെ അവകാശ രാഷ്ട്രീയവും തുടങ്ങി. മുഖ്യമന്ത്രി പദത്തെ ചൊല്ലിയുള്ള അവകാശവാദങ്ങൾക്കെതിരെ ചില മുതിർന്ന നേതാക്കന്മാർക്ക് കടുത്ത അതൃപ്തിയാണ് ഉള്ളത്. ഇത് തുറന്നുകാട്ടി ബെന്നി ബെഹനാൻ MP കഴിഞ്ഞ ദിവസം ഹൈക്കമാൻഡിന് കത്തും അയച്ചു. ഫലം പ്രഖ്യാപിക്കുന്നതിന് മുൻപ് അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത് വോട്ട് രേഖപ്പെടുത്തിയവരോട് കാണിക്കുന്ന നീതികേട് എന്നാണ് ബെന്നി ബെഹനാന്റെ പരാതി. KC ജോസഫ് ഉൾപ്പെടെയുള്ള ഗ്രൂപ്പ് നേതാക്കന്മാർക്കും അണികളെ കൊണ്ട് അവകാശവാദം ഉന്നയിക്കുന്ന നീക്കത്തിനോട് കടുത്ത വിയോജിപ്പാണ് ഉള്ളത്. KC വേണുഗോപാലിനെ കേരള രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരണം എന്ന ആവശ്യം ഉന്നയിച്ച് ചില നേതാക്കളും ചരടുവലികൾ തുടങ്ങിയിട്ടുണ്ട്. ഇതിനായി A ഗ്രൂപ്പ് MLA-മാരുടെ പിന്തുണ നേടിയെടുക്കാനാണ് ഇവരുടെ നീക്കം. അതേസമയം KC വേണുഗോപാൽ കേരളത്തിലേക്ക് എത്തുകയാണെങ്കിൽ സംസ്ഥാനത്ത് 2 തെരഞ്ഞെടുപ്പുകൾ വേണ്ടിവരും. രാജിവെക്കുന്ന പാർലമെന്റ് സീറ്റിലേക്കും ഒപ്പം MLA പദവി ഉറപ്പിക്കാൻ നിയമസഭയിലേക്കും. KC വേണുഗോപാൽ ഇപ്പോഴും മൗനം വെടിഞ്ഞിട്ടില്ല. കേരളത്തിലെ അണികളുടെ അവകാശവാദം അവസാനിപ്പിക്കാൻ നേതാക്കൾ ഇടപെടണം എന്ന നിർദ്ദേശം ഹൈക്കമാൻഡിൽ നിന്ന് തന്നെ വരാൻ ഇടയുണ്ട്. ആദ്യം ഭൂരിപക്ഷം ഉറപ്പിക്കുക, പിന്നീടാകട്ടെ മുഖ്യമന്ത്രി പദം എന്ന നിലപാടിലാണ് ഹൈക്കമാൻഡ്. കേരളത്തിലെ ഇപ്പോഴത്തെ കരുനീക്കങ്ങളോട് കടുത്ത അതൃപ്തിയാണ് പല കേന്ദ്ര നേതാക്കൾക്കും ഉള്ളത്. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.